എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, നടിഗർ, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ദിലീപും ദമനയും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഇതൊരു ഗാങ്സ്റ്റർ മൂവിയാണ്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTTയിൽ ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. ബാന്ദ്ര സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ആമസോൺ പ്രൈം നേരത്തെ തന്നെ ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഈ മാസം ലാസ്റ്റ് വീക്കിൽ ബാന്ദ്ര സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പെരുമാനി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി മൂവിയായിരുന്നു പെരുമാനി. തിയേറ്ററുകളിൽ നല്ല വിജയമാണ് പെരുമാനി നേടിയെടുത്തത്. എന്നിട്ടും പെരുമാനിയുടെ OTT റിലീസ് ചെയ്യുന്നില്ല. ഇപ്പോഴിതാ ആമസോൺ പ്രൈം പെരുമാനിയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. 2 വർഷത്തിന് ശേഷമാണ് പെരുമാനി സിനിമ റിലീസിനെത്തുന്നത്. സണ്ണി വെയിൻ, ലുക്മാൻ, വിനയ് ഫോർട്ടാണ് പെരുമാനി സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. പെരുമാനി ഈ വീക്കിൽ തന്നെ ആമസോൺ പ്രൈമിൽ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് JSK എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് സിനിമയുടെ പേര്. നല്ല അഭിപ്രായമല്ല സിനിമയ്ക്ക് ലഭിച്ചത്. നല്ല ഹൈപ്പിൽ സിനിമ വന്നുവെങ്കിലും പെട്ടെന്ന് സിനിമ വാഷൗട്ടായി. സുരേഷ് ഗോപിയാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ JSK എന്ന സിനിമ ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് 1 മാസത്തിനുള്ളിലായിരിക്കും JSK സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് കഥ പറഞ്ഞ കഥ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിട്ടുണ്ട്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസമാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വാസന്തി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു മലയാള സിനിമയാണ്. സ്വാസികയാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് മാസത്തിലാണ് വാസന്തി സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് മാമൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സൂര്യയാണ് സിനിമയിലെ നായകൻ. നല്ല അഭിപ്രായമാണ് മാമൻ സിനിമ തിയേറ്ററിൽ നിന്ന് നേടിയെടുത്തത്. സിനിമ റിലീസായിട്ട് 2-3 മാസങ്ങളായി. ഇപ്പോഴാണ് മാമൻ സിനിമ OTTയിൽ വരുന്നത്. ഓഗസ്റ്റ് മാസം 8-ന് C5ലാണ് മാമൻ സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് സൂപ്പർ സിന്ദഗി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ ശ്രീനിവാസ നായകന സിനിമയാണ് സൂപ്പർ സിന്ദഗി. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. നല്ലൊരു കോമഡി മൂവിയാണ് സൂപ്പർ സിന്ദഗി. ഇപ്പോഴിതാ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മനോരമ മാക്സ് ആണ് സൂപ്പർ സിന്ദഗിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 1-നാണ് സൂപ്പർ സിന്ദഗി മനോരമ മാക്സിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കണ്ണപ്പ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ അട്ര ഫ്ലോപ്പായ സിനിമയാണ് കണ്ണപ്പ. മലയാളത്തിൽ നിന്ന് മോഹൻലാലും അതുപോലെ അക്ഷയ് കുമാർ, പ്രഭാസ് തുടങ്ങി ഇന്ത്യൻ സിനിമയിലെ ഒരുവിധം എല്ലാ താരങ്ങളും കണ്ണപ്പ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കണ്ണപ്പ സിനിമയ്ക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഇപ്പോഴിതാ കണ്ണപ്പ സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി കണ്ണപ്പ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് സെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ് സെറ്റ് ബേബിക്ക് വേണ്ടി ആരും തന്നെ വെയിറ്റ് ചെയ്യുന്നില്ല. അത്രയ്ക്കും ലാഗാക്കിയിരിക്കുകയാണ്. മനോരമ മാക്സ് 2 മാസം മുന്നേ തന്നെ ഗെറ്റ് സെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി. പക്ഷേ സിനിമ OTTയിൽ വരുന്നില്ല. ഉണ്ണിമുകുന്ദനും നിഖിലമലും കൂടിയാണ് ഗെറ്റ് സെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സിൽ വരാൻ പോവുകയാണ്. ഈ വീക്ക് തന്നെ ഗെറ്റ് സെറ്റ് ബേബി റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. അനൂപ് മേനോൻ, ലാലാണ് ചെക്ക്മേറ്റിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ചെക്ക്മേറ്റിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ഈ വീക്കാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. നല്ലൊരു കോമഡി മൂവിയായിരുന്നു വ്യസനസമേതം ബന്ധുമിത്രാദികൾ. ഈ സിനിമയുടെ OTT മനോരമ മാക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് നേടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സിൽ സിനിമയുടെ OTT വരാൻ പോവുകയാണ്. ഓഗസ്റ്റ് മാസത്തിലാണ് സിനിമയുടെ റിലീസ്. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുവിധം എല്ലാവരും കാത്തിരിക്കുന്നത് ബസൂക്കയുടെ OTTക്ക് വേണ്ടിയാണ്. സിനിമ ഇതുവരെയും റിലീസായിട്ടില്ല. C5 നേരത്തെ തന്നെ ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. മമ്മൂട്ടി തിരിച്ചു വരാത്തത് കൊണ്ടാണ് ബസൂക്ക റിലീസാക്കാത്തത്. സാധാരണ ഒരു സിനിമ റിലീസാവുമ്പോൾ അതിലെ നായകന്മാർ കമ്മിങ് സൂൺ എന്നൊരു വീഡിയോ പുറത്തുവിടാറുണ്ട്. മമ്മൂട്ടിയെ കൊണ്ട് ആ വീഡിയോ ചെയ്യിക്കാനാണ് അവർ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് മമ്മൂട്ടി തിരിച്ചു വന്നാൽ ഉടനെ തന്നെ ബസൂക്ക C5ൽ റിലീസാകും. ഓഗസ്റ്റ് മാസത്തിലായിരിക്കും ബസൂക്ക C5ൽ വരുന്നത്.
അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.